എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഓ, ഒരാത്മീയ നേതാവുണ്ടായിരിക്കുക എത്ര വലിയ അനുഗ്രഹമാണ്! പുണ്യത്തിൽ വലിയ അഭിവൃദ്ധി പ്രാപിക്കാനും ദൈവ തിരുമനസ് വ്യക്തമായി മനസ്സിലാക്കാനും അത് വിശ്വസ്തയോടെ നിറവേറ്റാനും സാധിക്കും. അപകടം കൂടാതെ ഉറപ്പായ വഴിയിലൂടെ അദ്ദേഹം നമ്മെ നയിക്കും. ആത്മാവിനെ അപകടപ്പെടുത്തുന്ന പാറകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആത്മീയ നേതാവിനറിയാം. നിശ്ചയമായും കർത്താവ് വളരെ വൈകിയാണ് എനിക്ക് കൃപ തന്നത്. എന്നാൽ ഞാൻ അതിൽ വളരെ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മീയ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് കർത്താവിൻ്റെ തിരുമനസ് പ്രതിചലിക്കുന്നു. എനിക്ക് സംഭവിച്ച 1000 അനുഭവങ്ങളിൽ നിന്ന് ഒരെണ്ണം ഞാൻ പറയാം. പതിവ് പോലെ ഒരു ദിവസം രാത്രി അടുത്ത ദിവസത്തേക്കുള്ള ധ്യാന ചിന്ത പറഞ്ഞു തരാൻ ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. എനിക്ക് ഉത്തരം ലഭിച്ചു. യോനാ പ്രവാചകനെയും അവൻ്റെ ദൗത്യത്തെയും പറ്റി ധ്യാനിക്കുക. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. മറ്റു വിഷയങ്ങളിൽ നിന്ന് ഈ വിഷയം വളരെ വ്യത്യസ്തമാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. എന്നാൽ പൂർണ്ണ ആത്മാവോടെ ഞാൻ അതേപ്പറ്റി ധ്യാനിക്കാൻ ശ്രമിച്ചു. പ്രവാചകൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടുകൊണ്ട് ധ്യാനിച്ചു. ദൈവത്തിന് എന്തും ചെയ്യാൻ സാധ്യമാണെന്നും ഉപകരണം ബലഹീനമായിരിക്കുമ്പോഴാണ് സർവശക്തൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്നും മനസ്സിലാക്കാതെ മറ്റാരെങ്കിലും അവിടുത്തെ തിരുഹിതം എന്നേക്കാൾ നന്നായി നിറവേറ്റുമെന്നും മറ്റും പറഞ്ഞ് ഞാനും കർത്താവിനോട് പലപ്പോഴും ഓരോ ഒഴികഴിവുകൾ പറയുന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു. താഴെ പറയുന്ന വിധം ദൈവം അത് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് സഭാസമൂഹത്തിന് കുമ്പസാരമായിരുന്നു. അനുയോജ്യമല്ലാത്ത എന്നെ ഈ ദൗത്യത്തിനായി കർത്താവ് ഉപയോഗിക്കുന്നതിൽ എനിക്കുള്ള ഭയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ആത്മീയ നേതാവിനോട് പറഞ്ഞു. എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞു, പൂർണ്ണ മനസ്സോടെയോ അല്ലാതെയോ നമ്മൾ ദൈവ തിരുമനസ് നിറവേറ്റണം. യോനാ പ്രവാചകൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നു. കുമ്പസാരത്തിനു ശേഷം യോനായെ പറ്റി ധ്യാനിക്കാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? ഞാൻ അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്ത് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: എൻ്റെ സ്ഥാനത്ത് വൈദികൻ പ്രവർത്തിക്കുമ്പോൾ അവനല്ല, ഞാനാണ് അവനിലൂടെ പ്രവർത്തിക്കുന്നത്. അവൻ്റെ ആഗ്രഹങ്ങൾ എൻ്റേതാണ്. തൻ്റെ പ്രതിനിധികളെ കർത്താവ് എപ്രകാരം സംരക്ഷിക്കുന്നു, അവിടുന്ന് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. വ്യാഴം തിരുമണിക്കൂർ ആരംഭിച്ചപ്പോൾ ഒലിവുതോട്ടത്തിൽ ഈശോയുടെ തീവ്രവേദനയെപ്പറ്റി ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു: എൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക. പെട്ടെന്ന് ഉണ്ണിയേശു പ്രഭാപൂർണനായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരാത്മാവിൻ്റെ എളിമയിൽ ദൈവം എത്രമാത്രം സംപ്രീതനാണെന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ മഹത്വം അഗ്രാഹ്യമാണെങ്കിലും ഞാൻ എളിമയുള്ളവരുമായി മാത്രമാണ് സംസർഗം പുലർത്തുന്നത്. ഒരു കുഞ്ഞിൻ്റെ ആത്മീയത ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവം എപ്രകാരമാണ് കുമ്പസാരക്കാരനിലൂടെ പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസ്തയോടെ പാലിക്കുന്നതെന്നും ഞാൻ വ്യക്തമായി ഇപ്പോൾ അറിയുന്നു. 2 ആഴ്ച മുമ്പ് ആത്മീയ ശിശുത്വത്തെക്കുറിച്ച് ധ്യാനിക്കാൻ എൻ്റെ കുമ്പസാരക്കാരൻ എന്നോട് പറഞ്ഞു. ആദ്യമെല്ലാം അത് അല്പം ബുദ്ധിമുട്ടായി തോന്നി. എന്നാൽ എൻ്റെ പ്രയാസത്തെ പരിഗണിക്കാതെ ആത്മീയ ശിശുത്വത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ എൻ്റെ കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇപ്രകാരം പ്രവൃത്തിയിൽ ഈ ആത്മീയ ശിശുത്വം പ്രകടമാകണം. കഴിഞ്ഞ കാലത്തെപ്പറ്റിയോ ഭാവിയെപ്പറ്റിയോ ആകുലപ്പെടാതെ ഒരു ശിശു ഇപ്പോഴുള്ള നിമിഷങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. സിസ്റ്റർ, ഈ ആത്മീയ ശിശുത്വം നിന്നിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. എൻ്റെ കുമ്പസാരക്കാരൻ്റെ ആഗ്രഹങ്ങൾക്ക് ദൈവം എപ്രകാരം താഴ്ന്നു കൊടുക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ സമയത്ത് ഒരു ഗുരുനാഥനെ പോലെ തൻ്റെ വല്ലഭത്തിലോ പൗരുഷത്തിലോ അല്ല, പിന്നെയോ ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ് കർത്താവ് എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. അപ്രാപ്യനായ ദൈവം ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ എന്നിലേക്ക് താഴ്ന്നിറങ്ങുന്നു. എന്നാൽ എൻ്റെ ആത്മീയ നയനങ്ങൾ ഈ ദർശനത്തിൽ ഒതുങ്ങുന്നില്ല. അങ്ങൊരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപം എടുത്തിരിക്കുന്നെങ്കിലും രാവും പകലും വിശുദ്ധാത്മാക്കൾ ആരാധിക്കുകയും നിർമ്മല സ്നേഹാഗ്നിജ്വാലയാൽ ശ്രാപ്പന്മാരുടെ ഹൃദയങ്ങളെ എരിയിക്കുകയും ചെയ്യുന്ന അമർത്യനും നാഥന്മാരുടെ അതിനാഥനുമായി ഞാൻ അങ്ങയെ കാണുന്നു. ഓ മിശിഹായേ, ഓ ഈശോയെ, അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്താൽ അവരെയെല്ലാം അതിലംഘിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ വിശുദ്ധാത്മാക്കളെ, എന്നെ നിങ്ങളുമായി താരതമ്യപ്പെടുത്താൻ തുനിഞ്ഞതിന് ഞാൻ ക്ഷമ യാചിക്കുന്നു. ഞാൻ ദുരിതങ്ങളുടെയും നികൃഷ്ടതയുടെയും ഗർത്തം. ഓ ദൈവമേ, അങ്ങ് അഗ്രാഹ്യമായ കരുണയുടെ അഗാധ ഗർത്തം. ഒരു മഞ്ഞുതുള്ളിയെ സൂര്യൻ്റെ ചൂട് വിഴുങ്ങിക്കളയുന്നത് പോലെ എന്നെ അങ്ങയുടെ കരുണക്കയത്തിൽ
ആമഗ്നമാക്കുക. അങ്ങയുടെ ഒരു സ്നേഹ കടാക്ഷം എന്നിലെ ഗർത്തത്തെ നിറയ്ക്കും. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഞാൻ അതിയായി ആനന്ദിക്കുന്നു. എനിക്ക് നിത്യമായി ആനന്ദിക്കാൻ അവിടുത്തെ മഹത്വത്തിൻ്റെ ദർശനം മാത്രം മതി. ഒരിക്കൽ ഈശോയെ ഒരു കൊച്ചുകുട്ടിയായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോയെ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ രൂപമെടുക്കുന്നത്? ഇതിലുപരിയായി നിത്യനായ ദൈവമായും എൻ്റെ കർത്താവും സൃഷ്ടാവുമായും ഞാൻ അങ്ങയെ കാണുന്നു. ഞാൻ എളിമയും ലാളിത്യവും പരിശീലിക്കുന്നതുവരെ ഒരു കൊച്ചുകുട്ടിയായി മാത്രമേ എന്നോട് ബന്ധപ്പെടുകയുള്ളൂ എന്ന് ഈശോ മറുപടി പറഞ്ഞു. 1934 കുർബാന സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ദിവ്യകാരുണ്യത്തിൽ ഈശോനാഥനെ തുറന്നു വച്ചപ്പോൾ തിരുവോസ്തിയിൽ നിന്ന് 2 പ്രകാശരശ്മികൾ ബഹിർഗമിക്കുന്നത് ഞാൻ കണ്ടു. ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെ ഒന്ന് ചുമപ്പും മറ്റത് ഇളം നിറത്തിലുമായിരുന്നു. സിസ്റ്റേഴ്സിലും കുട്ടികളിലും അത് പ്രതിഫലിച്ചു. എന്നാൽ എല്ലാവരിലും ഒരുപോലെ ആയിരുന്നില്ല. ചിലരിൽ പ്രകാശരശ്മികൾ അത്രയ്ക്ക് ദൃശ്യമല്ലായിരുന്നു. അത് കുട്ടികളുടെ ധ്യാനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. നവംബർ 22, 1934. ഒരവസരത്തിൽ എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്ചിക്കോ എനിക്ക് ഏതെങ്കിലും പ്രത്യേക വസ്തുക്കളോടോ സൃഷ്ടികളോടോ എന്നോട് തന്നെയോ അടുപ്പക്കൂടുതലുണ്ടോ എന്നും സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും ആത്മപരിശോധന ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിന്റെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോനാഥന് ഇതെല്ലാം തടസ്സമാണ്. നമ്മുടെ ഹൃദയത്തെ പ്രതി ദൈവം അസൂയാലുവാണ്. നാം അവിടുത്തെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മപരിശോധന ചെയ്തപ്പോൾ ഒന്നിനോടും അമിതമായ അടുപ്പമുള്ളതായി എനിക്ക് തോന്നിയില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചും എന്നിൽ ഭയവും അവിശ്വാസവും ഉളവാകുമായിരുന്നു. വിശുദ്ധമായ ഒരു ആത്മപരിശോധനയിൽ ക്ഷീണിതയായി ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി ഹൃദയപൂർവ്വം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ മണവാള, എൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപമേ, അങ്ങയെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നും അങ്ങല്ലാതെ മറ്റൊരു സ്നേഹം എനിക്കില്ലെന്നും അങ്ങ് അറിയുന്നല്ലോ. എന്നാലും ഈശോയെ, അങ്ങിലല്ലാതെ വേറെ എന്തിലെങ്കിലും ഞാൻ സ്നേഹം കണ്ടെത്താൻ തുടങ്ങിയാൽ അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ ആ നിമിഷം തന്നെ എന്നെ മരിപ്പിക്കണമെന്ന് ഞാൻ കേണപേക്ഷിക്കുന്നു. എന്തെന്നാൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും അങ്ങയോട് അവിശ്വസ്തത പുലർത്തുന്നതിനേക്കാൾ 1000 തവണ മരിപ്പാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആ നിമിഷം എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് വെള്ളവസ്ത്രം ധരിച്ച് ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി വിശ്വസിക്കാനാവാത്ത സൗന്ദര്യത്തോടെ പ്രക്ഷോഭിതനായി ഈശോ എൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ ഹൃദയം എൻ്റെ വിശ്രമസ്ഥലമാണ്. അതെൻ്റെ ആനന്ദമാണ്. പല ആത്മാക്കളും നിഷേധിക്കുന്നതെല്ലാം ഞാൻ അതിൽ കണ്ടെത്തുന്നു. ഇതെൻ്റെ പ്രതിപുരുഷനോട് പറയുക. ഒരു നിമിഷത്തിന് ശേഷം എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. എന്നാൽ സമാശ്വാസത്തിൻ്റെ ഒരു സാഗരം തന്നെ എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ഈശോയെ, സഹനങ്ങൾക്കോ എതിർപ്പുകൾക്കോ അഗ്നിക്കോ വാളിനോ മരണത്തിനു പോലുമോ എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ വസ്തുക്കളേക്കാൾ ഞാൻ ശക്തിയുള്ളവളാണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹത്തോട് ഒന്നിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആത്മാക്കളുടെ ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും അവിടുത്തെ തിരുമുമ്പിൽ വലിയ വിലയുണ്ട്. നവംബർ 5, 1934. ഒരു ദിവസം രാവിലെ ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു. ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ കയറി ഈശോയെ സന്ദർശിച്ച് ആ ദിവസത്തെ നിയോഗങ്ങൾ ഞാൻ പുതുക്കി. ഈശോയെ, ഇന്നെൻ്റെ എല്ലാ സഹനങ്ങളെയും പരിത്യാഗങ്ങളെയും പ്രാർത്ഥനകളെയും പരിശുദ്ധ പാപ്പായുടെ നിയോഗങ്ങൾക്കും അദ്ദേഹം കരുണയുടെ തിരുനാൾ അംഗീകരിക്കാനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നാൽ ഈശോയെ, എനിക്കൊരു കാര്യം കൂടി അങ്ങയോട് പറയുവാനുണ്ട്. കരുണയുടെ തിരുനാളിനെ പറ്റി സംസാരിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്രകാരം ഒരു തിരുനാൾ ഇപ്പോൾ തന്നെയുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ ഇതേപ്പറ്റി എന്തിനു പറയണം? ഈശോ എന്നോട് പറഞ്ഞു, ഈ തിരുനാളിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പലപ്പോഴും എൻ്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വെഞ്ചരിക്കണമെന്നും പരസ്യ വണക്കത്തിന് വയ്ക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇതേക്കുറിച്ച് അറിയണം. പരിശുദ്ധ പാപ്പായുടെ നിയോഗത്തിനായി ഒരു നവനാൾ നടത്തുക. ഞാൻ നിന്നെ പഠിപ്പിച്ച ദൈവകരുണയോടുള്ള ചെറിയ പ്രാർത്ഥന 33 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി നവനാൾ നടത്തുക. ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സഹനമാണ്. അത് ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. സഹനത്തിൽ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനെ നാം കണ്ടെത്തുന്നു. യഥാർത്ഥ സ്നേഹം അളക്കുന്ന അളവുകോലാണ്
സഹനം. ഈശോയെ, അനുദിനം ലഭിക്കുന്ന ചെറിയ കുരിശുകളെക്കുറിച്ച്, എൻ്റെ സംരംഭങ്ങളോടുള്ള എതിർപ്പുകളെക്കുറിച്ച്, സമൂഹ ജീവിതത്തിലെ ക്ലേശങ്ങളെക്കുറിച്ച്, എൻ്റെ ഉദ്ദേശങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരിൽ നിന്നുള്ള എളിമപ്പെടുത്തലുകളെക്കുറിച്ച്, നമ്മോടുള്ള പരുഷമായ സമീപനങ്ങളെക്കുറിച്ച്, തെറ്റായ സംശയങ്ങളെക്കുറിച്ച്, ആരോഗ്യക്കുറവിനെക്കുറിച്ച്, ബലക്ഷയത്തെക്കുറിച്ച്, ആത്മത്യാഗത്തെക്കുറിച്ച്, സ്വയം ആകുന്നതിനെക്കുറിച്ച്, എല്ലാ തരത്തിലുമുള്ള അവഗണനകളെക്കുറിച്ച്, എൻ്റെ ആസൂത്രണങ്ങളെ തകിടം മറിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ആന്തരിക സഹനങ്ങൾക്ക്, ആത്മാവിൻ്റെ മരുഭൂമി അനുഭവത്തിന്, ഭയത്തിന്, ഭീതിക്ക്, സംശയങ്ങൾക്ക്, അന്ധകാരത്തിന്, ഇരുണ്ട രാത്രികൾക്ക്, പ്രലോഭനങ്ങൾക്ക്, പലതരത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങൾക്ക്, പറഞ്ഞറിയിക്കാൻ വയ്യാത്തതും പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ പീഡനങ്ങൾക്ക്, ഭയാനകമായ മരണവെപ്രാളങ്ങൾക്ക്, അതിൻ്റെ എല്ലാ തിക്താനുഭവങ്ങൾക്ക് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഈശോയെ, വളരെ മിതമായ അളവിൽ അതെനിക്ക് തരുന്നതിന് മുമ്പ് ആ ദുഃഖത്തിൻ്റെ പാനപാത്രം അങ്ങ് ആദ്യം കുടിച്ചുവല്ലോ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ തിരുച്ചിത്തത്തിൻ്റെ ഈ പാനപാത്രം എൻ്റെ അധരങ്ങളിലേക്ക് ഞാൻ അടുപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടം പോലെയെല്ലാം സംഭവിക്കട്ടെ. യുഗങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജ്ഞാനം ക്രമീകരിച്ചിരിക്കുന്നത് പോലെ എന്നിൽ നിറവേറട്ടെ. അവസാന തുള്ളി വരെയും പാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ ഞാൻ അന്വേഷിക്കുന്നില്ല. ദുഃഖങ്ങളിലാണ് എൻ്റെ സന്തോഷം, നിരാശയിലാണ് എൻ്റെ വിശ്വാസം. ഓ കർത്താവേ, അങ്ങയിൽ നിന്നുള്ളതെല്ലാം നന്മയാണ്. എല്ലാം അവിടുത്തെ പൃഥുഹൃദയത്തിൻ്റെ സമ്മാനമാണ്. ദുഃഖങ്ങളേക്കാൾ സമാശ്വാസങ്ങളോ സമാശ്വാസങ്ങളേക്കാൾ ദുഃഖങ്ങളോ ഞാൻ കാക്ഷിക്കുന്നില്ല. ഓ ഈശോയെ, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അങ്ങയിൽ കണ്ണുകൾ ഉറപ്പിക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഓ അഗ്രാഹ്യനായ ദൈവമേ, ഇത്തരത്തിലുള്ള നിഗൂഢതയുള്ള വാസസ്ഥലങ്ങളിൽ എൻ്റെ ആത്മാവ് വിഹരിക്കുന്നു. അവിടെ ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്നു. എൻ്റെ മണവാളൻ്റെ വാസസ്ഥലങ്ങൾ ഞാൻ നന്നായി അറിയുന്നു. അങ്ങയോടുള്ള സ്നേഹത്താൽ ഉജ്ജ്വലിക്കാത്ത ഒരു തുള്ളി രക്തം പോലും എന്നിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓ സനാതന സൗന്ദര്യമേ, അങ്ങേ ഒരിക്കലറിഞ്ഞ ഒരാൾക്ക് പിന്നെ മറ്റാരെയും സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. എനിക്കെൻ്റെ ആത്മാവിൻ്റെ അത്യഗാധമായ ദാഹം അനുഭവിച്ചറിയാം. ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും അതിനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അഗാധമായ കടലിലെ ഒരു മണൽത്തരി പോലെ ഞാൻ ദൈവത്തിൽ ആഴ്ന്നു പോയിരിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ആകാശവിതാനത്ത് കർത്താവ് ഈശോയെ അരളിക്കയിൽ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്നത് പോലെ ഞാൻ കണ്ടു. ഈശോയുടെ കാൽച്ചുവട്ടിൽ എൻ്റെ കുമ്പസാരക്കാരനും അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉന്നത പദവികളുള്ള വളരെയധികം പുരോഹിതരും നിൽക്കുന്നതായി കണ്ടു. അവർ ധരിച്ചിരുന്ന കുപ്പായങ്ങൾ ഈ ദർശനത്തിലല്ലാതെ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് പിന്നിൽ പല സന്യാസ സഭകളിൽ നിന്നുള്ള അനേകരും, അതിനു പിന്നിൽ കണ്ണെത്താ ദൂരത്തിൽ വലിയ ജനക്കൂട്ടത്തെയും കണ്ടു. തിരുവോസ്തിയിൽ നിന്ന് ഛായാചിത്രത്തിലേതുപോലെ തമ്മിൽ അടുത്തതും എന്നാൽ പരസ്പരം കലർന്നു പോകാതെയുമുള്ള രണ്ട് പ്രകാശരശ്മികൾ പുറപ്പെട്ട് എൻ്റെ കുമ്പസാരക്കാരൻ്റെ കരങ്ങളിലൂടെ കടന്ന് അവിടെയുണ്ടായിരുന്ന പുരോഹിതരുടെ കരങ്ങളിലേക്കും അവരുടെ കരങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്കും പിന്നീട് അത് തിരിച്ച് തിരുവോസ്തിയിലേക്കും കടന്നു പോകുന്നതായി ഞാൻ കണ്ടു. ആ നിമിഷം ഞാൻ പ്രവേശിച്ച എൻ്റെ മുറിയിൽ വീണ്ടും ഞാൻ ആയിരിക്കുന്നതായി കണ്ടു. ഡിസംബർ 22, 1934. സൗകര്യമനുസരിച്ച് ഇടദിവസങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കാണാനിടയായി. കുർബാനയുടെ 3-ാം ഘട്ടത്തിൽ സാധാരണ കാണുന്ന വലുപ്പത്തിലും അല്പം ചെറുതായി പതിവിലും വ്യത്യസ്തമായി വയലറ്റ് നിറത്തിലുള്ള ഉടുപ്പ് ധരിച്ച് ഉണ്ണിയേശുവിനെ ഞാൻ കണ്ടു. സാധാരണയായി വെള്ള ഉടുപ്പിട്ടാണ് കാണുന്നത്. ഡിസംബർ 24, 1934. ക്രിസ്മസ് രാത്രി ആരാധന. രാവിലെയുള്ള വിശുദ്ധ കുർബാന സമയത്ത് ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചു. ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നമായി. പെട്ടെന്ന് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: നീ എൻ്റെ ആനന്ദദായകമായ വാസസ്ഥലമാണ്. എൻ്റെ ആത്മാവ് നിന്നിൽ വിശ്രമിക്കുന്നു. ഈ വാക്കുകൾക്ക് ശേഷം കർത്താവ് എൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ നികൃഷ്ടത കണ്ട് ഞാൻ ആത്മാവിൽ എളിമപ്പെട്ട് ഇപ്രകാരം ദുരിതപ്പെട്ടവരെ സമീപിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ വാഴ്ത്തി. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി. സർവശക്തനോട് ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടുത്തെ സർവശക്തി എന്നെ പൂർണ്ണമായി ആവരണം ചെയ്തു. ഒരു പ്രത്യേക വിധത്തിൽ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചു. ഒരു നിമിഷത്തേക്ക് പോലും ചാപ്പലിൽ പോകാൻ എൻ്റെ ചുമതലകൾ എന്നെ തടസ്സപ്പെടുത്തി
പ്പെടുത്തിയെങ്കിലും ഞാൻ ദൈവവുമായി ഐക്യപ്പെടാതിരുന്ന ഒറ്റ നിമിഷം പോലും അന്നുണ്ടായില്ല. എല്ലാ സമയത്തേക്കാളും വ്യക്തമായി ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ദൈവമാതാവിനെ നിരന്തരം സ്മരിച്ചുകൊണ്ടും അരൂപിയിൽ അവളുമായി ബന്ധപ്പെട്ടുകൊണ്ടും യഥാർത്ഥമായ ദൈവസ്നേഹം എന്നെ പഠിപ്പിക്കാൻ ഞാൻ അമ്മയോട് അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു: ഇന്ന് രാത്രി ദിവ്യബലിയുടെ സമയത്ത് എൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം നിന്നോട് ഞാൻ പങ്കുവയ്ക്കാം. 6 മണിക്ക് മുമ്പ് ഞങ്ങൾ അത്താഴം കഴിച്ചു. ബിസ്ക്കറ്റ് പങ്കുവയ്ക്കുന്നതിലും ആശംസകൾ പരസ്പരം കൈമാറുന്നതിലും മറ്റുമുള്ള സന്തോഷത്തിനും ശബ്ദകോലാഹലങ്ങൾക്കുമുപരി ദൈവസാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരുന്നു. അത്താഴത്തിനു ശേഷം ജോലികൾ തീർക്കാൻ ഞങ്ങൾ തിടുക്കത്തിൽ പോയി. 9 മണിക്ക് ആരാധനയ്ക്കായി ഞാൻ ചാപ്പലിലെത്തി. രാത്രി കുർബാനയ്ക്കുള്ള സമയം വരെ ഉണർന്നിരിക്കാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചിരുന്നു. 9 മണി മുതൽ പാതിരാത്രി വരെ ഒഴിവ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിച്ചു. 9 മുതൽ 10 വരെയുള്ള ആരാധന എൻ്റെ മാതാപിതാക്കൾക്കും കുടുംബം മുഴുവനും വേണ്ടി ഞാൻ സമർപ്പിച്ചു. 10 മുതൽ 11 മണി വരെയുള്ള ആരാധന എൻ്റെ ആത്മീയ നേതാവിൻ്റെ നിയോഗങ്ങൾക്കും പ്രത്യേകിച്ച് അവിടുത്തെ വാഗ്ദാനപ്രകാരം ഭൂമിയിൽ എനിക്ക് ഇത്ര വലിയ സഹായം തന്നതിനും എൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാനും ദൈവേഷ്ടപ്രകാരം അതിനെ നയിക്കാനും വേണ്ട ജ്ഞാനം അദ്ദേഹത്തിന് നൽകാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 11 മുതൽ 12 മണി വരെ തിരുസഭയ്ക്കും വൈദികർക്കും പാപികൾക്കും പ്രേക്ഷിത പ്രവർത്തകർക്കും ഞങ്ങളുടെ മഠങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ പുണ്യയോഗ്യതകളും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു.